പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമാകുന്ന സത്യേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. എന്നെ കേൾക്കുവാൻ സർവശക്തനായ ദൈവം വീണ്ടും ഇടയാക്കുന്ന എല്ലാ അനുഗ്രഹിക്കപ്പെട്ട പ്രേക്ഷകർക്കും കർത്തൃനാമത്തിൽ എൻ്റെ ഹൃദയംഗമായ സ്നേഹവന്ദനങ്ങൾ. ദൈവഹിതമെങ്കിൽ ഇന്ന് നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് യുദ്ധവും സമാധാനവും എന്ന കഴിഞ്ഞ ആഴ്ചയിൽ ചെയ്ത ഒരു വീഡിയോയുടെ തുടർച്ചയായി അറിഞ്ഞിരുന്നു എന്നാൽ അനുസരിച്ചില്ല, ജീവജലത്തിന്റെ അന്ത്യവിളി എന്ന വിഷയത്തെ പറ്റിയാണ്. യേശു ഒരിക്കൽ പറഞ്ഞു, നിങ്ങൾ എന്നെ അറിയുന്നു, ഞാൻ എവിടെ നിന്നാണെന്നും നിങ്ങൾക്ക് അറിയാം, എന്നാൽ എന്നെ അയച്ചവനെ നിങ്ങൾ അറിയുന്നില്ല. ഈ വാക്കുകൾ നമ്മുടെ കാലഘട്ടത്തോടും ശക്തമായി സംസാരിക്കുന്നു. ഇന്നത്തെ ലോകത്തിന് ദൈവത്തെക്കുറിച്ചുള്ള അറിവിനല്ല കുറവ്, ദൈവത്തോടുള്ള കീഴടങ്ങലിലാണ്. നാം കാണുന്ന ഭീകരതയും യുദ്ധങ്ങളും രോഗങ്ങളും അശാന്തിയും ദൈവം അജ്ഞാതനായതുകൊണ്ടല്ല, മറിച്ച് അവൻ അവഗണിക്കപ്പെടുന്നത് കൊണ്ടാണ്. മനുഷ്യൻ ശൂന്യമായ കിണറുകളിലേക്ക് അധികാരം, സമ്പത്ത്, പ്രത്യയ ശാസ്ത്രം, അക്രമം തിരിച്ചു പോകുമ്പോഴും ആത്മാവിനെ തൃപ്തിപ്പെടുത്താൻ കഴിയുന്ന ഏക ജീവജലത്തെ അവർ നിരസിക്കുന്നു. യേശുവിലൂടെയും അപ്പസ്തോലന്മാരിലൂടെയും ദൈവദാസന്മാരിലൂടെയും മരിച്ചവർ ജീവനിലേക്ക് ഉയർപ്പിക്കപ്പെട്ടു എന്ന് തിരുവെഴുത്തുകൾ രേഖപ്പെടുത്തുന്നു. ക്രിസ്തുവിന്റെ ക്രൂശീകരണ സമയത്ത് മരിച്ച പലരും അവന്റെ മരണത്തിന്മേലുള്ള അധികാരത്തിന് സാക്ഷ്യമായി വീണ്ടും ഉയർത്തെഴുന്നേറ്റു. ബൈബിളിന് പുറത്ത് ആരെങ്കിലും മരിച്ച് നിത്യതയിലേക്ക് ഉയർത്തെഴുന്നേറ്റതിന് സാർവത്രികമായി സ്ഥിരീകരിക്കപ്പെട്ട മറ്റൊരു ചരിത്രവുമില്ല. ക്രിസ്തു മാത്രമാണ് മരണത്തെ എന്നേക്കുമായി കീഴടക്കിയത്. ഈ സത്യങ്ങൾ ഉള്ളതുകൊണ്ട് ദൈവത്തിന് കീഴടങ്ങാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു. രാഷ്ട്രങ്ങളും ഗവൺമെന്റുകളും കുടുംബങ്ങളും വ്യക്തികളും ദൈവത്തിനു മുമ്പിൽ മുട്ടുമടക്കിയേ തീരൂ, സന്തോഷത്തോടെയോ അല്ലാതെയോ. ഇതൊരു ഭീഷണിയായല്ല, മറിച്ച് സ്നേഹത്തോടെയുള്ള ഒരു മുന്നറിയിപ്പാണ് നൽകുന്നത്. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരത്തിലേക്ക് വരണമെന്നാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. യോഹന്നാൻ സ്നാപകൻ മാനസാന്തരത്തിനുള്ള വിളിയുമായി ഒരു മുന്നോടിയായി വന്നു. യേശു വരികയും രക്ഷ പൂർണ്ണമായി നിറവേറ്റുകയും ചെയ്തു. ചരിത്രത്തിലുടനീളം ദൈവദാസന്മാർ, പ്രവാചകന്മാരും അപ്പസ്തോലന്മാരും സുവിശേഷകന്മാരും വലിയ വില നൽകേണ്ടി വന്നപ്പോഴും സത്യം സംസാരിച്ചു. ഇന്നും വിശ്വസിക്കുന്നവർ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ നിഷ്കളങ്കരുമായിരിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. വിവേകമുള്ളവരും എന്നാൽ നിർമ്മലരും, ധീരരും എന്നാൽ സ്നേഹമുള്ളവരും. ദൈവം മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെ ലംഘിക്കുന്നില്ല. അവൻ ക്ഷണിക്കുന്നു, അവൻ മുന്നറിയിപ്പ് നൽകുന്നു, അവൻ കാത്തിരിക്കുന്നു. നരകം യാഥാർത്ഥ്യമാണ്, നിത്യത മാറ്റാനാവില്ല. സ്നേഹം സത്യസന്ധത ആവശ്യപ്പെടുന്നു. ചാൾസ് സ്പർജൻ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, തൻ്റെ കേൾവിക്കാരെ നിത്യതയിൽ വീണ്ടും കാണണമെന്നത് മാത്രമാണ് തൻ്റെ ഏക ആഗ്രഹമെന്ന്. അതേ ആഗ്രഹം ഇന്നും പ്രതിധ്വനിക്കുകയാണ്. അന്ത്യവിളി ക്രോധത്തിലല്ല, മറിച്ച് അനുകമ്പയിലാണ് സംസാരിക്കുന്നത്. യേശു ഇന്നും പറയുന്നു, നീ ദൈവത്തിൻ്റെ ദാനം അറിഞ്ഞു എങ്കിൽ നിത്യത വിധി നിശ്ചയിക്കുന്നതിന് മുമ്പ് അവൻ ഇന്നും ജീവജലം വാഗ്ദാനം ചെയ്യുന്നു. മനുഷ്യവർഗം ജീവനെ തിരഞ്ഞെടുക്കണം. പ്രധാന തിരുവെഴുത്തുകൾ: യോഹന്നാൻ 7:28-29 വാക്യങ്ങൾ, മത്തായിയുടെ സുവിശേഷം 10:16 വാക്യം, ആവർത്തന പുസ്തകം 30:19 വാക്യം, ഫിലിപ്പിയർ 2:10-11 വാക്യങ്ങൾ, വെളിപാട് 22:17. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനും വിശ്വസ്തനുമായ ദൈവമേ, ഞങ്ങൾ അങ്ങയുടെ നാമം അറിഞ്ഞിട്ടും അങ്ങയുടെ ഇഷ്ടത്തെ എതിർത്തു എന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. ഞങ്ങളുടെ അഹങ്കാരവും മത്സരബുദ്ധിയും വൈകിക്കലുകളും ഒക്കെ ക്ഷമിക്കണമേ എന്ന് വിനയത്തോടെ നിന്റെ വാത്സല്യത്തോടും ദീർഘക്ഷമയോടും മഹാവലിയ കരുണയോടും ഞങ്ങൾ താഴ്മയായി പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിലൂടെ ഇന്നും നൽകപ്പെടുന്ന ജീവജലത്തിനായി നന്ദി പറയുന്നു. നിത്യതയ്ക്കായി ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കുകയും ഞങ്ങളെ മാനസാന്തരത്തിലേക്ക് നയിക്കുകയും ചെയ്യണമേ എന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
ഈ വിളി കേൾക്കുന്ന ആരും നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ കർത്താവെ സഹായിക്കണമേ, ഇടപെടണമേ എന്നും പ്രാർത്ഥിക്കുന്നു. ജീവനെ തിരഞ്ഞെടുക്കുവാനും അനുസരണത്തിൽ നടക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ അങ്ങയോടൊപ്പം എന്നേക്കും വസിക്കുന്നതുവരെ ഞങ്ങളെ കാക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവമായ കർത്താവെ, നീ അനുഗ്രഹിക്കുന്നവനും അധികം അനുഗ്രഹമുള്ളവനും ഞങ്ങളെ കാത്തു രക്ഷിക്കുന്നവനും ആകയാൽ സൃഷ്ടിക്കുന്നവനായ ഞങ്ങളുടെ കർത്താവേശു മിശിഹ, നിനക്കും ഞങ്ങളുടെ രക്ഷയ്ക്കായി നിന്നെ അയച്ച പിതാവിനും ശുദ്ധമുള്ള നിന്റെ റൂഹായിക്കും സ്തുതിയും വന്ദനവും ഇപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും യോഗ്യമാകുന്നു. ആമേൻ. ഞങ്ങളെ കേൾക്കുന്ന എല്ലാവരെയും സ്നേഹിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ആമേൻ.